2020 പാർട്ടിയുടെ പറവൂർ നിയോജക മണ്ഡലം ഓഫീസ് പറവൂർ മാർക്കറ്റ് റോഡിൽ ഏർക്കാത്ത് കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ ചാലക്കുടി പാർലമെന്റ് മണ്ഡലവുമായി കമ്പയർ ചെയ്യുമ്പോൾ വോട്ടുകൾ കുറവായിരുന്നു. എങ്കിലും ഒരു പഞ്ചായത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ നിയോജകമണ്ഡലം കമ്മിറ്റികളോ ഇല്ലാതെ തന്നെ ഏകദേശം 7500ഓളം ആളുകൾ 2020 പാർട്ടിയോടൊപ്പം നിന്നു. ആ 2020 പാർട്ടിയെ വരവേൽക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് തീർത്തും വലിയ പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അതൊരു മോഡി വേഴ്സസ് ആന്റി മോഡി ഫൈറ്റ് ആയിരുന്നു. ഒരു പക്ഷത്ത് മോഡി അധികാരത്തിൽ വരണമെന്നും മറുവശത്ത് എല്ലാവരും കൂടി ഏത് വിധേയയും നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തിന്റെ പേരിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ 2020 പാർട്ടിയുടെ പ്രസക്തിയെ കുറിച്ച് പല രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ രൂപീകരിച്ചതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറവ് വോട്ടാണ് കിട്ടിയതെങ്കിൽ പോലും ആ ഒരു കൊടുങ്കാറ്റിൽ പോലും ഇത്രത്തോളം ആളുകൾ 2020 പാർട്ടിയോടൊപ്പം നിലകൊണ്ടു എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്ക് ഇവിടെയുള്ള മുന്നോട്ട് പോക്കിലുള്ള ഏറ്റവും പ്രോത്സാഹനജനകമായിട്ടുള്ള പ്രവർത്തനമാണ് ജനങ്ങൾ അല്ലെങ്കിൽ അവർ 2020 പാർട്ടിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് CA അനീഷ് അധ്യക്ഷനായി. 2020 സ്ഥാനാർത്ഥി എറണാകുളം ജില്ല അല്ലെങ്കിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലൂടെ മത്സരിപ്പിച്ചപ്പോൾ ഇവിടെ ആദ്യമായി 2020യുടെ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ എല്ലാം വഴി നമ്മളെല്ലാവരും 2020 അറിഞ്ഞുകൊണ്ട് നമ്മളിവിടെ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു ചെറിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ പോലും, അതായത് ഒരു പഞ്ചായത്ത് കമ്മിറ്റികൾ പോലും രൂപീകരിക്കാതെയാണെങ്കിൽ പോലും നമ്മൾ ഒരു കൂട്ടം 2020യെ സ്നേഹിക്കുന്ന ആളുകൾ ഇറങ്ങി ഇവിടെ ഓരോ വീടുകളും നമ്മുടെ പ്രചരണത്തിന്റെ ഭാഗമായി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരു മണ്ഡലമായി 2020 മാറി, അല്ലെങ്കിൽ പറവൂർ നിയോജക മണ്ഡലം മാറി എന്ന് നമുക്ക് അഭിമാനത്തോട് പറയാം. സംസ്ഥാന കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ചാർലി പോൾ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് തന്നെ ഈ രാജ്യത്തെ നമ്മുടെ പഞ്ചായത്തുകളെ സ്വർഗതുല്യമാക്കി മാറ്റുവാൻ കഴിയും. വേറെ ഒരാളുടെ ഔദാര്യം വേണ്ട. അങ്ങനെ നികുതി പണം കൊണ്ട് നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്തിനെ, കുന്നത്തുനാട് പഞ്ചായത്തിനെ, മഴുവന്നൂർ പഞ്ചായത്തിനെ, ഐക്യനാട് പഞ്ചായത്തിനെയൊക്കെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്തു, ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. ഞാൻ നേരത്തെ വൈസാറ് പറഞ്ഞില്ലേ, ഓടി വന്ന് ബൾബ് മാറ്റിയിട്ട് പോവുകയല്ല. അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം, സന്തോഷത്തിന്റെ നിലവാരമെല്ലാം ഉയർത്തി. തോടുകളും ഒക്കെ നമ്മൾ പുതുക്കി പണിതു. റോഡുകളെല്ലാം വീതി കൂട്ടി. ഒരുപാട് വ്യവസായങ്ങൾ വന്നു. വ്യവസായങ്ങൾ പഞ്ചായത്തിൽ വന്നപ്പോഴോ നികുതി വരുമാനം കൂടി. പ്രധാനമായിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്നറിയോ? അഴിമതി അങ്ങട് അവസാനിപ്പിച്ചു. നിങ്ങൾ നോക്കിയ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടില്ലേ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി ആള് ചോദിച്ചത് 10 ലക്ഷം രൂപയുടെ വർക്കിന് എത്ര ലക്ഷം രൂപ കമ്മീഷൻ ചോദിച്ചത്? നിങ്ങൾ വായിച്ചോ? 4 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയുടെ ഒരു വർക്ക് കോൺട്രാക്ട് എടുത്ത് നടപ്പാക്കുമ്പോൾ പാർട്ടി ചോദിക്കുന്നത് എത്രയാണ്? 4 ലക്ഷം. ഈ കോൺട്രാക്ടർക്ക് ലാഭം വേണ്ടേ? ഈ കോൺട്രാക്ടർക്ക് വർക്ക് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ, അവർക്ക് പങ്കൊക്കെ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കൊച്ചി കോർപ്പറേഷനിലെ ഒരു വനിതയെ അറസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞത് ഏറ്റവും കുറച്ച് കാശ് മേടിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞു. ജില്ലാ കോർഡിനേറ്റർ ലീന സുഭാഷ്, കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ്, പഞ്ചായത്ത് കോർഡിനേറ്റർ സണ്ണി ഹെൻറി, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അയ്യൂബ് ഖാൻ എന്നിവർ സംസാരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.